delicious, delicious. ഹിബ കോപ്പി എഴുതല്ലേ, കോപ്പി ചെയ്യല്ലോ കേട്ടോ. ആരും കോപ്പി ചെയ്ത് എഴുതാൻ പാടില്ല, അറിയാവുന്ന എഴുതിയാൽ മതി കേട്ടോ. delicious. Second word is complaint. 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 And have you completed? Yes. Next word is dragged. 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 Did you write? Dragged? Yes. Okay. Next word, flavor. 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 Next word is flavor കഴിഞ്ഞാല് capture. Capture. ഹിബ മിസ് കാണുന്നുണ്ട് കേട്ടോ. ഹിബയുടെ മമ്മി എവിടെ ഉണ്ടെങ്കിൽ ആ ബുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞ മോളെ. മോള് നോക്കി എഴുതുന്ന ബുക്ക് അങ്ങ് മാറ്റി വെക്കും മോളെ. എന്നിട്ട് എഴുതിക്കോ. ഓക്കെ, എഴുതിയോ മക്കളെ? ക്യാപ്ചർ എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് ക്ലിങ്കിങ്. ക്ലിങ്കിങ് സൗണ്ട് കേട്ടിട്ടില്ലേ? കോയിന്റെ ക്ലിങ്കിങ് സൗണ്ട്. ഓക്കെ, ക്ലിങ്കിങ്. ക്ലിങ്കിങ്. നെക്സ്റ്റ് വേർഡ് ക്ലിങ്കിങ് കഴിഞ്ഞാൽ ഡിമാൻഡഡ്. Demanded. 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 Okay, next word, scared. Scared. And the next word is excited. Excited. And last word is judge. 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 Okay, Anshi എന്താ മോളെ എഴുതി കഴിഞ്ഞോ? ഓക്കെ. Now see, once again ഞാൻ ഒന്നുകൂടെ ആ വാക്കുകൾ ഒന്ന് പറയാം, മക്കൾ കേൾക്കണം, ശ്രദ്ധിക്കണം. ഏതെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ just you can listen the words. First one is delicious. Second one is complaint. Third one is dragged. Fourth one is flavor. Fifth one is capture. Sixth one is clinging. Next, seventh one is demanded. Next one is scared. And the next one is excited. And last one is judge. Okay, I hope all might have completed. If you have completed, give the book to your mother or yes.
Yes. സാറിയില്ല. ഇനിയിപ്പം മോളൊരു കാര്യം ചെയ്താൽ മതി. Yes, my dear. Yes. എന്താ മറ്റേ? ഇപ്പോഴാണ് ലേറ്റ് ആയിട്ടാണ് കയറി. So you came late, isn't it? Okay. Those who came later, ask your mothers to put a dictation. Okay. മനസ്സിലായോ? ഫാത്തിമ മെഹറീൻ, അജിത് ജോസഫ് and all, ask your mother or father to put this dictation and see these others. Please hand over your book to your parents, mothers. വീട്ടിൽ ആരാണ് എൽഡർ ഉള്ള? മദർ ആണെങ്കിൽ മദർ, ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ കയ്യിലേക്ക് നിങ്ങളുടെ ബുക്ക് കൊടുക്കുക. എന്നിട്ട് അവരോട് കർഷൻ ചെയ്യാൻ പറയാം. ആരും സ്വന്തമായിട്ട് കർഷൻ ചെയ്യണ്ട. മക്കൾ ബുക്ക് കൊടുത്തേരെ, അമ്മയോ അച്ഛനോ ആരോ വീട്ടിലുള്ള അവര് കർഷൻ ചെയ്തോളും കേട്ടോ. ഓക്കെ. അതിനുശേഷം മിസ്സിന് അതൊന്ന് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാ മതി. ഇനി വേറൊരു കാര്യങ്ങൾ എന്തോ didn't understand what you said. ആരാ വർത്തമാനം പറയുന്ന ആളാരാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പേര് പറ. Tell me the name please. Say those who came late, please ask your mothers to put a dictation for you. Okay? Did you understand what I said? നമ്മളിപ്പോ ഡിക്റ്റേഷൻ ഇട്ടു. ഇനിയിപ്പോ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫുൾ ക്ലാസ്സിലെ ഡിക്റ്റേഷൻ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ലേറ്റ് ആയിട്ട് കയറുന്നവരുടെ എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ. ലേറ്റ് ആയിട്ട് കയറുന്ന മക്കള് മമ്മിമാരോട് പറയണം എനിക്ക് ഡിക്റ്റേഷൻ ഇട്ട് തരാം കേട്ടോ. ഓക്കെ. ഇപ്പൊ എഴുതിയവരെല്ലാം മമ്മിയുടെ കയ്യില് അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ ബുക്ക് കൊടുത്തില്ലേ? ഓക്കെ. നൗ കം ബാക്ക് ടു ദ ക്ലാസ്. ക്ലാസ്സിലേക്ക് വരിക. ബുക്ക് അവിടെ അവർ കറക്ഷൻ ചെയ്തിട്ട് മിസ്സിന് വാട്സപ്പിൽ ഇട്ട് തന്നോളൂ ഫോട്ടോ. റോങ് വേർഡ്സ് യു ഷുഡ് റൈറ്റ് two times. Okay, wrong words you should write wrong words only two times and you have to study that. തെറ്റിപ്പോയത് 2 തവണ വീതം എഴുതിയിടുകയും ചെയ്യണം കേട്ടോ. ഒരു വാക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ 10 വാക്കും തെറ്റെങ്കിൽ 10 വാക്കും two times you should write and send. Okay, then today is Monday, so you should write the cursive writing. And since the timetable has been changed, next you have English class on Friday, I think, no? അടുത്ത നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് എന്താണ്? ഫ്രൈഡേ അല്ലേ? തേഴ്സ്ഡേ എന്നുള്ളത് മാറി ഫ്രൈഡേ ആയെന്ന് തോന്നുന്നു അല്ലേ? ഒരു മിനിറ്റ് മിസ് ഒന്ന് നോക്കട്ടെ. സെക്കൻഡ് ഇംഗ്ലീഷ്, തേർഡ് ഇംഗ്ലീഷ്. ഓക്കെ. ഇംഗ്ലീഷ് രണ്ടും വന്നേക്കുന്നത് നമുക്കിനി വരുന്നത് ഫ്രൈഡേ. സോ കർസീവ് റൈറ്റിംഗ് യു ഷുഡ് സബ്മിറ്റ് നെക്സ്റ്റ് ഫ്രൈഡേ. ഇനി തേഴ്സ്ഡേ അല്ല സബ്മിറ്റ് ചെയ്യേണ്ടത്, ഫ്രൈഡേ ആണ് കർസീവ് റൈറ്റിംഗ് കേട്ടോ. അന്ന് മിസ്സിന് നമുക്ക് തേഴ്സ്ഡേ ആയിരുന്നതുകൊണ്ടാണ് തേഴ്സ്ഡേ എന്ന് പറഞ്ഞത്. മക്കൾക്ക് മനസ്സിലായില്ലേ മിസ് പറഞ്ഞ ഇത്രയും കാര്യങ്ങള്? പറഞ്ഞ മനസ്സിലായ മക്കളെ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ മിസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. മക്കൾ അയക്കുന്ന ഹോംവർക്കുകള് ക്ലാസിന്റെ ഗ്രൂപ്പിൽ ഇടണ്ട, ടീച്ചേഴ്സിന്റെ പേഴ്സണൽ നമ്പറിൽ തരിക. മിസ്സുമാര് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാറോ ഫ്ലവറോ എന്തെങ്കിലും തരും. കറക്റ്റ് ആണെങ്കിൽ. തെറ്റുണ്ടെങ്കിൽ പറയും. മക്കളെ ഇങ്ങനെ തിരിച്ചു എഴുതാനും പറയും. ഇനി നിങ്ങൾ ഇന്ന് അയച്ചിട്ട് മിസ് ശ്രദ്ധിക്കാതെ വന്നാല് തിരക്കൊക്കെ കാരണമാണ് കേട്ടോ. അപ്പൊ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേനും സമയം ഒത്തിരി ആകിയല്ലേ, പിന്നെ മടുത്തിട്ടൊക്കെ. മിസ് പറയുന്ന മുഴുവൻ കേക്ക്, എന്നിട്ട് മിസ്സെ വിളിക്കണം. പറഞ്ഞല്ലോ. അതുകൊണ്ട് മിസ്സുമാർ അയക്കുന്ന നോട്ട്സ് കറക്ഷൻ ചെയ്യാൻ ഇത്തിരി വൈകിയാല് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. മിസ്സിന് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. മിസ്സുമാര് സമയം കിട്ടുമ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർ ഒക്കെ തരും. 2 or 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹോംവർക്ക് ചെക്ക് ചെയ്തില്ലെങ്കിൽ മിസ്സിന് ഒരു വോയിസ് വിടണം, മിസ്സേ എന്റെ ഹോംവർക്ക് ചെക്ക് ചെയ്തില്ലോന്ന്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് വിട്ടാൽ മതി കേട്ടോ. എല്ലാ മക്കളുടെയും ഹോംവർക്ക് മിസ്സുമാര് നോക്കുവേ കേട്ടോ. ആരും സങ്കടപ്പെടണ്ട കേട്ടോ. ഓക്കെ. ഇനി ആരാണ് മിസ്സെ വിളിച്ചാല് വേഗം കാര്യം പറ. Yes. Tell me fast. Friday ആണ് ഫുൾ ആക്കണ്ട കർസീവ്. ഫ്രൈഡേ ആണ് കർസീവ്. Yes, ഫ്രൈഡേ ആണ് കേട്ടോ. ശരി. നമ്മുടെ നോട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു ഹോംവർക്ക് ഒക്കെ? ടെക്സ്റ്റ് ബുക്ക് വിച്ച് പേജ് വേർ വി ഡൂയിങ്? ഏത് പേജിലായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്നേ? ഏതായിരുന്നു? Did we complete that?
Did we complete it? Yes, miss. ഏത് ലെസൺ കംപ്ലീറ്റ് ചെയ്തു? നമ്മള് എക്സസൈസ് തുടങ്ങി നമ്മുടെ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? Yes. H വരെ complete ചെയ്തു. H completed. Okay. Next take us. Spell it right. Circle the correct words in each sentences. Do you have pencil with you? Yes. All of you should sit in the class with a pencil, eraser, and dust book and notebook. Okay. Now see, circle the correct words in each sentence. First one. This is a great story. Which great is correct? Second great. GREAT. So namala correct ആയിട്ടുള്ള വേർഡ് മക്കളെ സൗണ്ട് ആക്കരുത്. ഞാൻ ഇത് തന്നെയാണ് നിങ്ങളോട്. ഞാൻ എന്താ പറഞ്ഞേ? ഫോണ് അൺമ്യൂട്ട് ചെയ്തിട്ട് പിന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ക്ലാസിന്റെ ഗ്രൂപ്പിന് മൊത്തം ഡിസ്റ്റർബ് അല്ലേ? അപ്പം മിണ്ടാതിരിക്കും. മിസ് എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ശരി, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. എടുത്താ ചായ എടുത്തില്ലേ? അയില് you should round that grade. Second grade, GREAT, great. Okay. അതെല്ലാവരും തന്നെ എഴുതിയെന്ന് തോന്നുന്നു. എഴുതിയെന്ന് അയച്ചിട്ടുണ്ട്. എല്ലാവരും അയച്ചു കഴിഞ്ഞോ? ഞാൻ ഇനി ബുക്കിലോട്ട് ലിസ്റ്റ് എഴുതി കഴിയുമ്പോൾ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് വഴക്ക് കിട്ടും. അതുകൊണ്ട് മൺഡേ ആർക്ക് ടൈം തന്നെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു. ഞാൻ നോക്കട്ടെ കേട്ടാ. എല്ലാവരുടെ പേര് എഴുതി വെക്കണം ഇനി. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. മേ ഐ ഹാവ് സം സൂപ്പ് പ്ലീസ്. Which sum? SOME sum. ആദ്യത്തെ sum. Okay. Put a round mark for a SOME sum. And third one, please keep these clothes in that cupboard. ഏതിനാണ് വേണ്ടത്? First in. IN. Okay, first in. Next, I caught a cold last night. എനിക്ക് ജലദോഷം പിടിച്ചു. അപ്പൊ ഏത് കോട്ടാ വേണ്ടത്? CAUGHT, caught. So what is the meaning of COT, caught? COT caught എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉറങ്ങുന്ന കട്ടിലില്ലേ? ഓക്കെ, കട്ടില്. നെക്സ്റ്റ് fifth one, the boys were asked to wait for their turn. WAIT, first wait. Next, sixth question, where have you kept my doll? First where, WHERE, where. ഹിബക്കുട്ടി മുത്തേ ക്ലാസ് ശ്രദ്ധിക്കണം മോളെ. മേലോട്ട് നോക്കിയിരിക്കില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഗ്രാമർ. സെന്റൻസ്. വാട്ട് ഈസ് എ സെന്റൻസ്? ഇവിടെ ശ്രദ്ധിച്ചേ. മിസ് എഴുതി തന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. പെന്നെല്ലാം താഴെ വെക്ക്, പെൻസിലെല്ലാം താഴെ വെക്ക്. പ്ലീസ് പെൻ ഡൗൺ ഹിയർ. Okay. Do you know what is sentence? Sentence is a group of words which give complete sense. എന്ന് പറഞ്ഞാൽ കുറച്ച് വേർഡ്സുകൾ നമ്മളിങ്ങനെ പെറുക്കി വെച്ചാൽ അത് സെന്റൻസ് ആവില്ല. ബട്ട് it should have a complete meaning. Should have a complete meaning. Means this is a pen. Is it a sentence? Yes, this is a sentence. This pen. Adu sentence aguvo? Illa. Ipen idoru book agunnu engane parayunne? This is a book. Isn't it? This is a book. If I said this book, will it be a correct sentence? No, it will not be correct sentence. It is incomplete sentence. This, then we should say this is a book. അപ്പൊ നമ്മൾ പറയണം അങ്ങനെ ഓരോന്ന് കുറെ വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും. പക്ഷേ it should have a complete meaning. Then only we can say it is a sentence. Group of, so all of you say a group of words. All of you say. ആരും പറയുന്നില്ലല്ലോ, എന്താ പറയാത്തെ? നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞോ. എറിക്കാണ്ടോള്
All of you say group of words that gives complete meaning is called a sentence. Hiba, what did I say? I told you to say the answers, not to write now. Okay. So here some questions are there. I would like to have some soup. Did you make the soup? This soup is delicious. So Miss Adu WhatsApp lights there. 1 second. Okay, can you read this? A group. 1 second. A group of words that gives complete meaning is called a sentence. A group of words that gives complete. That group of words that give okay, this please write down into your notebook. Vega notebook like okay, take your pencil and then write please. A group of words that give complete meaning is called a sentence. Anshi, did you write this? Anshiki കാണാൻ പറ്റുന്നുണ്ടോ? Yes or no? Show, just to show the thumb. Okay, then write. Okay, did everybody finish? Next.
Match the columns to form complete sentence. Here, J, take J firstly. Ali was feeling, sorry, Ali was feeling, not feeling. എന്താ ഋഷികേശ്, ഡു യു വാണ്ട് സേ എനിത്തിങ്? എന്തെങ്കിലും പറയാൻ വേണ്ടിയാണ് കൈ പൊക്കിയത്? ഹന്ന, റാസിയാൻ്റെ ഓള്. യെസ് യെസ് യെസ്. ഇംഗ്ലീഷിൽ നോട്ട് പിന്നെ മലയാളം ബുക്ക് കൊണ്ട് എഴുതോ ഹന്നമ്മേ? Okay, this now stop writing. This I have sent in the class group. Class group like it ഇട്ടിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എഴുതിയവര് അത് എഴുതിയത് സ്റ്റോപ്പ് ചെയ്തോ. ബാക്കി ഐ ഹാവ് സെൻഡ് ഇറ്റ് ഇൻ ദ ക്ലാസ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. അന്നേരം ഇത് ക്ലാസ് കട്ടതിന് ശേഷം നോക്കി എഴുതിക്കോ കേട്ടോ. ഓക്കെ, എല്ലാം കൈ പൊക്കിയിട്ടുണ്ട്. ശരി, ഞാനൊന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. മുഹമ്മദ് റാസിൻ, ഷിഫാന എ ജി, ഷിഫാന എ ജി, ഹന്ന വർഗീസ്, കുര്യൻ ജോസഫ്, ഋഷികേശ്, എറിക് അഗസ്റ്റിൻ, ഇഫ്ര ഇസ്മായിൽ, അൻഷി റഷീദ്, അലൻ തോമസ്, ഡൊമിനിക, കൗശിക് ദീപു, നിഹ മോഹൻ, മുഹമ്മദ് അഫ്ല, മുഹമ്മദ് ഷക്സാദ്, അമന്ന രാജേഷ്, ഫാത്തിമ മെഹറിൻ, ആൻസൻ കെ അജിത്ത്, ഹിബ ഫാത്തിമ, സിനാൻ, ബിന്യ ബിനോയി, അനഘ സുരേഷ്, തെസ മരിയ, മുഹമ്മദ് നാഫി, മുഹമ്മദ് ടി, പിന്നെ അനഘ സുരേഷ്, അജിത് ജോസഫ്. ഇനി ആരുടെ പേര് വിളിക്കാനുള്ള? പ്ലീസ് ഒന്ന് കൈവക്കിക്കേ. ഓക്കെ ഓക്കെ, എല്ലാരും ആയി അല്ലേ? ഡൊമിനിക്, Shifana, Muhammad Razi. Okay, here match the following. See, J, Ali was feeling dash. He was dreaming about dash. The market dash. The kind stranger dash. Ali dash. Here wished that. In B side was crowded and busy. Was very happy. Gave Ali a loaf of bread. He could have some soup with his bread, eating a hot meal, hungry. So first one is Ali was feeling hungry. F is the answer for first one. So just put F for 1. F എന്ന് എഴുതുക. മെഹറിൻ എഴുതിയാ? Next. He was dreaming about എന്തിനെ സ്വപ്നം കണ്ടോണ്ടിരുന്നേ? ഈറ്റിംഗ് എ ഹോട്ട് മീൽ, നല്ലൊരു ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു അല്ലെ? ഓക്കെ, സോ ഈറ്റിംഗ് എ ഹോട്ട് മീൽ, ദാറ്റ് ഈസ് ഇ. put number put E for number 2. Number 2 ന് E എന്നാണ് അവിടെ മാർക്ക് ചെയ്തത്. E ആണ് ആൻസർ. കണ്ടോ? J ആണ്. Next, the market dash was crowded and busy. So A is the answer for that. A. Next, a kind stranger. Fourth one, a kind stranger gave Ali a loaf of bread. C is the answer for 4. 4 in the answer is C. വരച്ച് തെറ്റിക്കല്ല, ഞാൻ വരയ്ക്കാൻ പറഞ്ഞില്ല. വരയ്ക്കണമെങ്കിൽ വരച്ചോ, പക്ഷെ തെറ്റിക്കരുത്. You should write the numbers. Next, Ali. Ali was very happy.
Next, he wished that he could have some soup with his bread. So once again check F, E, A, C, B, and he wished that he could have some D. Is all answers correct? All answers correct? Okay. Next, say these sentences aloud, write them in your notebooks, begin with the capital letter and end with a full stop. A question mark or an exclamation mark. Compare your answer with your partners. So this teacher writes on the note like this. Ali is sitting in the market. How to write this, Kaushika? Kaushika, I am unmute. Please unmute yourself. Kaushika. Kaushika note like this. Did you write the lesson in your notebook? Please unmute. Unmute ചെയ്തേ മോനെ. Unmute ആയിട്ടില്ല. No, cannot write it. Cannot. Okay. Shakshad, please unmute Shakshad. Okay, Shakshad. Did you write this in your notebook? Notebook like time class. Yes. Ali is sitting in the market. How to write? So let me read. No? Okay, Amanna Kutti, ready? Okay, come on, my dear. Amanna. First capital letter. First capital letter. Last full stop. Very good. First capital letter and last full stop. Okay. Second question, Binya, please unmute. The market is crowded. നമ്മുടെ ക്ലാസ് ഇപ്പം കട്ടാവും മക്കളെ. പയ്യൊന്നും പറയാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. Unmute and say, Binya, how you have written that the market is crowded? There is no time to waste, my dear. സമയമില്ല വെറുതെ കളയാൻ. Okay. Sinan, please. Unmute my